അമേരിക്ക ആണവ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ സൈനിക ശക്തിയും ആഗോളതലത്തിൽ എത്രത്തോളം പ്രതിരോധ ശേഷിയുമൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അമേരിക്ക ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഞങ്ങൾക്കും ഉണ്ടട വീര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എത്തി. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു പ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇൻട്രീം നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിക് ഗൈഡൻസ് പ്രകാരം രാജ്യം ആവശ്യപ്പെടുന്ന അത്ര യുദ്ധവിമാനങ്ങൾ കൈവശം വയ്ക്കാനായിട്ട് അമേരിക്കൻ എയർഫോഴ്സ് ആയിട്ടുള്ള USAF സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതായത് ഇവർക്ക് ആവശ്യമുള്ള അത്ര വിമാനങ്ങളൊന്നും ഇവരുടെ പക്കലില്ല എന്നുള്ളതാണ്. നിലവിലുള്ളതിൽ നിന്ന് ഏതാണ്ട് 300ഓളം യുദ്ധവിമാനങ്ങളുടെ കുറവ് അമേരിക്കൻ വ്യോമസേനയ്ക്കുണ്ട്. അപ്പോൾ ഈ ആഗോള സൈനിക ബാധ്യതകൾ നിറവേറ്റുന്നത്, അതായത് അമേരിക്കൻ ഫോഴ്സ് എന്ന് പറയുന്നത് എവിടേക്ക് വേണമെങ്കിലും വിന്യസിക്കപ്പെടാവുന്ന ഒന്നാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം വിന്യസിക്കാനുള്ള ശേഷിയില്ല. ഏതാണ്ട് 300ഓളം യുദ്ധവിമാനങ്ങളാണ്, ചെറിയത് കണക്കല്ല അത്, 300ഓളം യുദ്ധവിമാനങ്ങളുടെ കുറവാണ് ഇവർക്കുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് നിലവിൽ ആവശ്യമുള്ള യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള ഒരു അന്തരമുണ്ടല്ലോ, അത് വളരെയധികം വലുതാണ്. ചൈനയുമായിട്ട് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിനും ആഗോള തലത്തിലുള്ള വെല്ലുവിളികളില്ലേ, ആ വെല്ലുവിളികൾക്ക് നേരിടുന്നതിന് വേണ്ടി അമേരിക്കൻ വ്യോമസേനയ്ക്ക് എത്രത്തോളം യുദ്ധവിമാനം ആവശ്യമുണ്ടെന്നറിയാമോ? ഏതാണ്ട് 1558 കോമ്പാക്ട് കോഡഡ് യുദ്ധവിമാനങ്ങളാണ് ആവശ്യമുള്ളത്. ചൈനയുമായിട്ടൊരു സംഘർഷമുണ്ടായാൽ ഏറ്റുമുട്ടുന്നതിനും ആഗോളതലത്തിൽ എന്തെങ്കിലും വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്രത്തോളം 1558ഓളം കോമ്പാക്ട് കോഡഡ് യുദ്ധവിമാനങ്ങളുടെ ആവശ്യമുള്ളത്. എന്നാൽ ഈ വരുന്ന വർഷം, അതായത് 2026ഓടുകൂടി സേവനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറും 1271 യുദ്ധവിമാനങ്ങൾ മാത്രമാണ്. അപ്പോൾ ലക്ഷ്യം എന്താണോ, യാഥാർത്ഥ്യം എന്താണോ എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു കുറവ് കാണുന്നുണ്ട്. ഏതാണ്ട് 287 വിമാനങ്ങളുടെ ഒരു വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 287 എണ്ണം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും ഡിഫൻസ് ആണ്, എയർഫോഴ്സ് ആണ്. നമ്മുടെ യാത്രാ വിമാനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താം. ഇനിയിപ്പോൾ പോയില്ല എന്ന് വിചാരിച്ചാൽ പോലും പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഒരു എയർഫോഴ്സ് ഇറങ്ങേണ്ട ഇടങ്ങളിൽ അവർക്ക് ഇറങ്ങാനുള്ള വ്യോമസേനയ്ക്ക് തന്നെ ആ എയർഫോഴ്സിന് വേണ്ടുന്ന യുദ്ധവിമാനങ്ങളില്ല എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ആ രാജ്യം ഒരു ഉറപ്പ് നൽകുന്ന രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കുമൊക്കെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്ത് പറ്റും? അമേരിക്കയെ വിശ്വസിച്ച് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളിലേക്ക് ഏർപ്പെടാനായിട്ട് കൂടെയുള്ള സാമന്ത രാജ്യങ്ങൾക്കൊന്നും കഴിയാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറവ് നികത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 കണക്കിന് പുതിയ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. 10 വർഷത്തിനുള്ളിലാണ്. നിലവിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുട്ടിടിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോഴുമുള്ള അവസ്ഥ. അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് 2030 തുടക്കത്തോടു കൂടി 1369 യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്ന ഒരു ഇടക്കാല ലക്ഷ്യമുള്ള, ഇതിനൊക്കെ ഇടയിലുള്ള ഒരു ലക്ഷ്യമായിട്ട് എത്താനായിട്ട് USAF, അതായത് US-ന്റെ എയർഫോഴ്സ് വിങ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. അതും 2030 മാത്രമാണ് 1369 യുദ്ധവിമാനങ്ങൾ ഇവർ സ്വന്തമാക്കേണ്ടതുണ്ടെന്ന് പറയുന്നത്. അപ്പോഴും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം പാളിപ്പോകും. പക്ഷെ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ സഹകരണമൊക്കെയും ഡീലുകളൊക്കെയും ഇവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിംഗ് ഡിഫൻസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ റിപ്പോർട്ട് പ്രകാരം കാണിക്കുന്നത് ഈ ലക്ഷ്യം നേടാനായിട്ട് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന 2 പ്രധാന വിമാനങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണമാണ് ഏറ്റവും നിർണായകം എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം എന്ന് പറയുന്ന വിമാനം F-35A ആണ്. അത് നിർമ്മിക്കുന്നത്
പ്രതിരോധ രംഗത്തെ വമ്പന്മാരായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിനാണ്. അപ്പോൾ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ ഒരു വിമാനം എന്ന് പറയുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ അടിത്തറയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അത്രത്തോളം പ്രാധാന്യം ഈ പറയുന്ന F-35A എന്ന് പറയുന്ന ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന യുദ്ധവിമാനത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വിപുലീകരിച്ച അതിനൂതനമായിട്ടുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഒപ്പം ഫണ്ട് കൂടി ലഭിക്കണം എന്നുള്ളതാണ്. 2030 പ്രതിവർഷം 100 F-35A വിമാനങ്ങൾ വരെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഈ കണക്ക് കൂട്ടുമ്പോഴും ഫണ്ടിന്റെ അപര്യാപ്തത എന്ന് പറയുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പിടിച്ചുലയ്ക്കുന്ന തരത്തിലാണ്. അപ്പോൾ അമേരിക്കയുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ അതിനെ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാം അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ഷട്ട് ഡൗൺ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും യാതൊരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ നവീകരണമൊക്കെ അപ്ഡേഷൻസൊക്കെ ബന്ധപ്പെട്ടുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ക്ഷാമം ഒക്കെ അമേരിക്കയിൽ രൂക്ഷമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ റെയർ എർത്ത് മിനറൽസ് കൂടി അത്യാവശ്യമാണ്. അപ്പോൾ അതിലാണ് ചെക്ക് വെച്ചിരിക്കുന്നത് ചൈന. അപ്പോൾ ചൈന ആധിപത്യം പുലർത്തുന്ന ഈ ഭാഗത്ത് ചൈന ചെക്ക് വെച്ചതോടുകൂടിയാണ് ഷീ ജിൻപിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവിടെ ഒരു ധാരണയിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വിശ്വാസ്യതയിൽ രണ്ട് രാജ്യങ്ങൾക്കും പിന്നിൽ തന്നെയാണ് സ്ഥാനം എന്നുള്ളതാണ്. അപ്പം നമ്മൾ 2 വിമാനങ്ങൾ പറഞ്ഞു. ഒന്ന് ഇപ്പോൾ F-35A കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് F-15EX ആണ്. ഇത് നിർമ്മിക്കുന്നത് ബോയിങ് ആണ്. അപ്പൊ ഈ വിമാനം 2027 പ്രതിവർഷം 24 എണ്ണം വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, US പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ഫണ്ട് ക്ഷാമം തന്നെയാണ്. നിർമ്മാണ സൗകര്യങ്ങൾക്കായിട്ടൊക്കെ അധിക ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിരക്ക് പ്രതിവർഷം 36 വിമാനങ്ങളായിട്ട് ഉയർത്താൻ സാധിക്കും. അതായത് 24 എണ്ണത്തിൽ നിന്ന് 36 എണ്ണമായിട്ട് ഉയർത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും വളരെയധികം പ്രതിസന്ധി അമേരിക്കയിലുണ്ട്. ഈ പ്രതിസന്ധിയിലൊക്കെ തളർന്നിരിക്കുകയാണ് അമേരിക്കയുടെ വ്യോമസേന എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒന്നൊന്നുമല്ല. ഫണ്ടിങ്ങിന്റെ പരിമിതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫണ്ടിങ് ഉണ്ടെങ്കിലാണ് ബാക്കി സാഹചര്യങ്ങൾ നമുക്ക് കൂടിച്ചേർന്ന് വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫണ്ടിങ്ങിന്റെ ഈ പരിമിതിയും രാജ്യത്തിന്റെ നിലവിലുള്ള ഉൽപാദന ശേഷിയും ഒക്കെ വളരെ ഗുരുതരാവസ്ഥയിലാണ്. നമ്മൾ പറയില്ല ICUവിലാണ്. ഈ ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ ICUവിൽ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും A-10 F-22 പോലുള്ള പഴയ വിമാനങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഒഴിവാക്കുന്നതൊന്നും ഈ നേട്ടങ്ങളെ ഇല്ലാതെയാക്കുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമൊക്കെ വേണ്ടിയിട്ട് പ്രതിവർഷം ഇവർക്ക് വേണ്ടത് $400 മില്യൺ ആണ്. $400 മില്യൺ കുറവ് അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയിൽ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത തലമുറയിലുള്ള 6ാം തലമുറ F-47 പോലുള്ള അത്യാധുനിക പ്രോഗ്രാമുകൾക്ക് ഒക്കെ ആയിട്ട് ഫണ്ട് വകയിരുത്തുന്നത് ഇപ്പോഴത്തെ യുദ്ധവിമാനങ്ങളുടെ ഈ നിർമ്മാണത്തെയും നവീകരണത്തെയൊക്കെ മന്ദഗതിയിലാക്കുമെന്നുള്ള ആശങ്കകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും തകർച്ചയുടെ പടിവാതിക്കൽ നിൽക്കുന്ന ആയുധ വിപണി എന്ന് പറയുന്നത്, ഇവരെ ഫണ്ട് കണ്ടെത്തുന്ന പ്രധാന മാർഗം എന്ന് പറയുന്നത് ഈ തമ്മിൽ തല്ലിച്ചിട്ട് ആയുധ വിൽപ്പനയാണ് ഇവരുടെ പണി. അപ്പൊ ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ആയുധ വിപണിയാണ്. ഈ ആയുധ വിപണിയിലും അമേരിക്ക ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടെ തകർച്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു കടലിൽ പതിക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും ഒക്കെ വലിയ പ്രതിസന്ധിയാണ്. അടുത്തിടെ ചൈനീസ് കടലിൽ ഒരു വിമാനം അമേരിക്കൻ വ്യോമസേനാ വിമാനവും ഹെലികോപ്റ്ററും ഒക്കെ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ഏതാണ്ട് അനാഥപ്രേതം പോലെ ഒരു വിമാനം F-35 ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്
അമേരിക്ക പല തരത്തിലുള്ള നീക്കത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത്ര കണ്ട് വിയർക്കുന്നതിന് പിന്നിൽ ചൈനയാണ്. അവരുടെ പ്രാഥമികമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എതിരാളിയായിട്ട് കണക്കാക്കുന്ന ചൈനയുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനിക സന്നദ്ധത ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം നടപ്പാകുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല.